Viniz's World-ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. നമ്മളിന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് പലതരം ദോശകൾ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. അതിനായിട്ട് ഞാൻ 2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്, പച്ചരി. 1/2 ഗ്ലാസ് ഉഴുന്നെടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് വെള്ളത്തിൽ കുതിർത്താൻ വേണ്ടി 6 മണിക്കൂർ വെക്കാം. ഒരു കയ്യിൽ ചോറും കൂടി ഇട്ടിട്ട് അരച്ചെടുക്കാം. അരച്ചിട്ട് ഇതിപ്പോൾ രാത്രി മുഴുവൻ വെച്ചതാണ്. ഒരു 6 മണിക്കൂറൊക്കെ ഇരുന്നാൽ മതി. ഇപ്പം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോരോ ദോശകളായിട്ട് ചുട്ടെടുക്കാം. ഇതിലേക്ക് ഉപ്പും കൂടി ഇടണേ. ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് വെജിറ്റബിൾ ദോശയാണ്. അതിലേക്ക് ക്യാരറ്റ്, ബീട്രൂട്ട്, തക്കാളി, സവാള, ഇഞ്ചി, കൊറിയാണ്ടർ ലീവ്സ്, അങ്ങനെ എല്ലാ വെജിറ്റബിൾസും ഇട്ട് കൊടുക്കുകയാണ്. ഈ വെജിറ്റബിൾസിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് പകുതി വേവാകുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് മറിച്ചിടാൻ പറ്റുവാണെങ്കിൽ ഒന്ന് മറിച്ചിടുക. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോണത് പനീർ ദോശയാണ്. അതിന് നമ്മൾ പാല് കുറച്ച് ഒന്ന് പിരിയിപ്പിച്ചിട്ട് അത് എടുത്തു വെച്ചിട്ടുണ്ട്. പാലും തിളക്കുമ്പോൾ അതിലേക്ക് നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തിട്ട് അത് വെള്ളത്തിൻ്റെ അടി കാണിച്ച് നന്നായിട്ട് ഇതാക്കിയത്. ആ പനീർ ഇട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ പുറകെ എല്ലാ വെജിറ്റബിൾസും ഇട്ട് കൊടുക്കുകയാണ്. ഈ വെജിറ്റബിൾസിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ക്യാരറ്റ്, ബീട്രൂട്ട്, സവാള, മുളക്, ഇഞ്ചി, കുറച്ച് ഇഞ്ചി ചതച്ചതുണ്ട്, അങ്ങനെ എല്ലാം ഇട്ട് കൊടുത്ത് അത് ഇതുപോലെ നിങ്ങൾക്ക് മറിച്ചിടാൻ പറ്റുമെങ്കിൽ മറിച്ചിടുക. അല്ലെങ്കിൽ വെന്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. ഇനി പനീർ ഞാൻ ഇത്തിരി കൂടി മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഈ എല്ലാ ദോശകൾക്കും നെയ്യോ എണ്ണയോ ഒഴിച്ചു കൊടുക്കാം. തട്ടിൽ കുട്ടി ദോശ, അതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിൻ്റെ കോമ്പിനേഷൻ ഗാർലിക് ചട്നിയാണ്. ചട്നി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ചട്നി ഉണ്ടാക്കണ പോലെ തന്നെ അതിൽ ഉള്ളിക്ക് പകരം വെളുത്തുള്ളി ഇട്ടിട്ട് ഉണ്ടാക്കുക. ഇനി അടുത്തത് നമ്മൾ പിസ്സ ദോശയാണ് ഉണ്ടാക്കുന്നത്. ഇതിനായിട്ട് കുറച്ച് ചിക്കൻ പീസായിട്ട് എടുത്തിട്ട് ചെറിയ ചെറിയ പീസായിട്ട് എടുത്തിട്ട് അതിൽ ഉപ്പും കുരുമുളകും കൂടി ഇട്ടിട്ട് വേവിച്ച് വെച്ചേക്കണതാണ്. അതിലേക്ക് ഞാൻ ബാക്കിയെല്ലാ വെജിറ്റബിൾസും കൂടി ഇടുകയാണ്. അതിന് നല്ല ഉപ്പുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ എല്ലാത്തിനും ഉപ്പ് വരുമല്ലോ, അതിനുവേണ്ടി എല്ലാം കൂടി മിക്സ് ചെയ്യുകയാണ്. ഇനി നമ്മൾ ദോശ ഒത്തിരി കട്ടിയിൽ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പുറമെ തക്കാളി ചട്നി ഇല്ലേ, വേറെ എൻ്റെ റെസിപ്പിയിലുണ്ടല്ലോ, ആ തക്കാളി ചട്നി നമ്മളൊന്ന് ചെയ്ത് കൊടുക്കുകയാണ്, ഒന്ന് പുരട്ടി കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മീതെ ഈ സാധനം മിക്സ് ചെയ്യുകയാണ്, ഈ ചിക്കൻ വെജിറ്റബിൾ മിക്സ്. ഇതിൻ്റെ പുറമെ കൊറിയാണ്ടർ ലീവ്സ് ഇട്ട് കൊടുത്തു. കുറച്ച് ചീസും കൂടി ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് അടച്ചു വെച്ച് വേവിക്കുകയാണ്. ഇപ്പം നമ്മുടെ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയായ റെസിപ്പിയാണ്. ഇനി അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോണത് ഒനിയൻ റോസ്റ്റാണ്, ഊത്തപ്പം. അതിനുവേണ്ടി കുറച്ച് സവാള ഇവിടെ കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് കുറച്ച് മല്ലിയില ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. ഇനി ഒരു ദോശ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഈ മിക്സ് വെച്ച് കൊടുക്കുകയാണ്, ഒനിയൻ മിക്സ്. ഇതൊരു പകുതി വേഗാകുമ്പോൾ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് പറ്റുമെങ്കിൽ മാത്രം മറിച്ചിടുക, അല്ലെങ്കിൽ അടച്ചു വെച്ച് വേവിക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി, അപ്പോൾ നന്നായി വരും. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.